സാധാരണ വിവാഹം കഴിഞ്ഞാൽ പെണ്ണിനെ കുടിവെക്കുന്നത് ചെറുക്കന്റെ വീട്ടിലാ. ഇവിടെയെല്ലാം ഒരിടത്ത് തന്നെ വിവാഹവും കുടിവെക്കലും പിന്നെ ഭർത്താവിന്റെ കുടികിടപ്പും എല്ലാം പണ്ട് മുതലുള്ള ചിട്ടയാ. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ വീട് കണ്ടിട്ടേ ഇല്ല. ഭർത്താക്കന്മാരെ കാണുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. കളിയാക്കുക അല്ലെന്റെ മീനു, തറവാട്ടിലെ ചിട്ടകളൊക്കെ അനുസരിച്ച് തന്നെ ഞാൻ വിവാഹം കഴിച്ച് സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല. പിന്നെന്താ, ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്ക് തന്നെ ബോധിച്ചടോ. എന്റെ ഭാഗ്യം. പയ്യാരത്ത് തറവാട്ടിലെ സംബന്ധക്കാരനാകാൻ കഴിച്ചത് മഹാഭാഗ്യമാണെന്ന് പറഞ്ഞു കേട്ടു. ആട്ടെ, എന്താ തറവാട്ടിലെ ആസ്തി? എനിക്കറിയില്ല, ഒക്കെ വല്യമാമയ്ക്ക് അറിയൂ. മറ്റുള്ള സംബന്ധക്കാർക്കും അറിയില്ല? ആരും വല്യമാമയോട് ചോദിക്കാറ് പോലും ഇല്ല. ഓ, അപ്പൊ ഇവിടെ എല്ലാം വല്യമ്മാവയാണ്. നേരെ കുറെ ആയി. ആ പിളക്കൊന്ന് കിടത്തനായിരുന്നു. എന്താ അതിലും വല്യമാമയുടെ സമ്മതം വേണോ? യോ, എന്താ ഈ കാട്ടണേ? ഈ തറവാട്ടിൽ സിഗരറ്റ് വലിക്കേ? ഇതൊക്കെ ഇവിടെ നിഷിദ്ധ കേട്ടോ. അപ്പൊ ഇവിടെ ആരും ചേർത്ത് വലിക്കാറില്ലേ? ഇല്ലേ ഇല്ല. ദേ, ഈ മീശ പോലും ഇവിടെ പാടില്ല കേട്ടോ. മീശ വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ? വല്യമാമയുടെ കണ്ണി പെട്ടാ. ഓ പിന്നെ, ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാ ഇത്. ഇതെടുക്കേ. ഓരോരോ നിയമങ്ങളെ. വേണമെങ്കിൽ ഇത് ഇങ്ങനെ താഴോട്ടാക്കാം. ആ, ഇനി ഇതും ഇവിടെ പാടില്ലെന്നാണോ മദ്യം? അയ്യോ, ഇതൊന്നും ഇവിടെ പാടില്ല കേട്ടോ. വല്യമാമ അറിഞ്ഞ എന്തൊക്കെയോ ഉണ്ടാവും എന്റെ പരദൈവങ്ങളെ. ഒന്നും ഉണ്ടാവില്ല എന്റെ മീനു. ഇത് കേന്ദ്ര സർക്കാർ രേഖാമൂലം അനുവദിച്ചു തന്നിട്ടുള്ളതാ. അതിനേക്കാൾ വലിയ പവറൊന്നും നിന്റെ വല്യമ്മാമക്കില്ലല്ലോ. വല്യമാമേ, ഇത് കണ്ടോ? തറവാട്ട് വളപ്പിന്ന് കിട്ടിയതാ. ഇവിടെ ഇപ്പൊ ആരും കണ്ടവരുമില്ല കേട്ടവരുമില്ല. എന്താ ഇത്? തറവാട്ടിൽ മദ്യപിക്കേ? ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടിട്ടതാവും. അതിനിപ്പോ ആരാ അങ്ങോട്ട് ധൈര്യപ്പെടുക? പിന്നെ ഇത് ഉപയോഗിച്ചത് ആരാ? ശത്രുഗ്രഹമ്പിള്ളേ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ. മനസ്സിലായി. മറ്റുള്ളവരാരും ഇത് ചെയ്യില്ല. ശീലിച്ചു പോയതാ. എന്നാ ആ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം. മനസ്സിലായോ? കാർത്തിയായനി, എന്തോ ഇതൊന്നും ഇവിടെ നടപ്പില്ലാന്ന് മരുമകനെ പറഞ്ഞ് മനസ്സിലാക്കുക. ശങ്കമൻ വല്യമാമയോട് പറഞ്ഞ് മാപ്പാക്കണം. ഒരു തെറ്റ് പറ്റിയതാ. ഇനി കുട്ടി വിഷമിക്കണ്ട. ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. സുധിക്ക് വയസ്സ് 16 ആയി. അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല. എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി, സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8, 8, 8, 8, 8, 8, 8, 8. നാണിക്കുട്ടി സംബന്ധക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ, ശേഖരൻ, പാപ്പ, യൂണിറ്റ് 7, യൂണിറ്റ് 7, യൂണിറ്റ് 7. സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി. ഇപ്പൊ എടുത്തോണ്ട് പോ. കളയില്ലേ? അമ്മുട്ടി സംബന്ധക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ. അയ്യോ, കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം. കുട്ടാ, പഞ്ചസാര നിരോധനം. എന്താ മീനു ഇത്? ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ, കുട്ടാ, ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. മീനാക്ഷി സംബന്ധക്കാരൻ ചത്തു. സംബന്ധക്കാരൻ ചത്തോ? അയ്യോ, സോറി കേട്ടോ. ശത്രു, മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ആളൊന്നുക്കും മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ. എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം. സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അത് എത്ര വേണമെന്ന് വെച്ചാകാം. അതിനോട് യാതൊരു നിയന്ത്രണമില്ല. മീനു, കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും മീനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ, മണി 8. മാറി. ഓ, എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരക്കാണല്ലോ. പറഞ്ഞോ, എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. എനിക്ക് മില്ലി പോണം. കൃത്യം 9 മണിക്ക് പടപ്പുറപ്പാടാ. പരമേശ്വര, ദാമോദര, ആ സാധനങ്ങളൊക്കെ എടുക്കാം. ഇവിടെ ശങ്കുണി,
താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞ, അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദയ്ക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പലെ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല, സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാൻ മൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു കൂടുതൽ അറിഞ്ഞു. ആ കുട്ടാ, പറമ്പിൽ തേങ്ങയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടാൻ തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ? പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാൻ. പുകയ്ക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് താ. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 ഉറുപ്പ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ച സ്ഥിതിക്ക് ദാ 10 രൂപ. ഇനി ആ ബീഡി കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? സിഗരറ്റ് പരിചരിച്ചവനാ. ഗതികേടേ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. വല്യമ്മേ, ഗോപുന് ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് മൈ ഗേൾ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ക്ലാസ് ഉണ്ടാവുമെന്ന്. എന്റെ കുട്ടി പഠിച്ച ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നില്ലേ? കണ്ടില്ലേ ഗോപുവിന്റെ മിടുക്ക്? വല്യമ്മാമ ഗോപുവിനെ വല്ലാതെ ലാളിക്കണമെന്നല്ലേ നിങ്ങൾക്കൊക്കെ പരാതി? ഇപ്പൊ അതിന്റെ കാര്യം മനസ്സിലായില്ലേ? എല്ലാരും അവളെ കണ്ട് പഠിക്കുക, അവളെ മാതൃകയാക്ക. പോയി കളിച്ചോളൂ. വല്യമ്മേ, വാക്ക് മാറരുത്. പ്രോമിസ് ചെയ്ത മാരുതിക്കാറ് ഓർമ്മയുണ്ട് കുട്ടിയെ. വല്യമ്മാമ വാക്ക് പറഞ്ഞ വാക്കാ. ചങ്കുണ്ണി, ഗോപുവിന് ഇന്ന് തന്നെ ഒരു മാരുതി ബുക്ക് ചെയ്യാൻ മാനേജരോട് പറയൂ. പരിചയപ്പെടുത്താൻ മറന്നു. ഗോപു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു രാമനാഥൻ, എ ജീനിയസ് യങ് മാൻ. ഹലോ. ഹലോ. ഗോപിക അനന്തരവളാ. എല്ലാറ്റിലും മുൻപന്തിയില. പഠിപ്പിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ. ഓഹോ, അത് ശരി. എന്താ, വിശ്വാസായില്ലേ? ആളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല, അത്രേ ഉള്ളൂ. അതെ, രാമനാഥൻ ഏതുവരെ പഠിച്ചു? M.Com. ക്ലാസ് ഉണ്ടായിരുന്നോ? ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഓ, കേട്ടല്ലോ. നിന്നേക്കാൾ മിടുക്കുള്ളവരും ഇവിടെ ഉണ്ട്. ഗോപുവിന് ഇനി M.Com അയക്കാം. എന്താ രാമനാഥൻ? ഓ, അഡ്മിഷൻ കിട്ടും തോന്നുന്നില്ല. അതെന്താ? ഒരു ഫസ്റ്റ് ക്ലാസ് ഈ തറവാട്ടിലൊരു അത്ഭുതമായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഒരു മാരുതിക്കാർ സമ്മാനമായിട്ട് കൊടുക്കണത്. പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ ഇപ്പൊ ഒരു മുട്ടുസൂചിയുടെ വില പോലും ഇല്ല. അപ്പോഴിനി വല്ല ടൈപ്പ് റൈറ്റിങ്ങിനോ ഷോർട്ട് ഹാൻഡിനോ അയക്കുക. അതിന് താൻ തന്നെ അങ്ങ് പോയാ മതി. അതിന് ഞാൻ പണ്ടേ പോയതാ. ലോവറും ഹയറും പാസ്സായതാ. രാമനാഥന്റെ അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. ഇഷ്ടമില്ല വേണ്ട. അപ്പൊ എന്താ രാമനാഥ ഒരു നെക്സ്റ്റ് ചോയ്സ്? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു കോഴ്സ് ഉണ്ട്. എന്താ? എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കുക. ആ ഫലിതം കുട്ടി ഞങ്ങളുടെ ഇഷ്ടമായില്ല തോന്നുന്നു. ഇതാ ഇവിടത്തെ ഊണിന്റെ പ്രത്യേകത. അനന്തരവന്മാരും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നുള്ളൊരു സദ്യ. അതിന്റെ സുഖം ഒന്ന് വേറെയാണോ? ഇരിക്കുക, താനിരിക്കുക. ശത്രുഘ്നം പിള്ള ഇനി ഇരുന്നില്ലേ? വരൂ, ഇരിക്കൂ. വേണ്ട, ആരും എന്നെ ഇരുത്തണ്ട. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിലൊക്കെ ഒരു തീരുമാനമാകാതെ ഞാൻ ഊണ് കഴിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. എടോ ശത്രുസംഹാര പിള്ളേ. ശത്രുസംഹാരമുള്ള തന്റെ എടോ നമ്പൂരി, ഞാൻ വല്ല വിളിച്ചു പറയും. എന്നാ പെട്ടെന്ന് പറ, വിശന്ന് കുടല് കരിയുന്നു. ഇവിടെ ഏതോ ഒരുത്തി ബികോം പാസ്സായതിന് ലക്ഷങ്ങൾ മുടക്കി മാരുതി കാർ വാങ്ങിക്കൊടുക്കാൻ പോകും.
മറ്റുള്ള ഒരു 10 റുപ്യ വട്ടച്ചെലവ് ചോദിച്ചാൽ തരാൻ വകുപ്പില്ലത്രേ. എന്താ നിങ്ങൾക്കുമില്ലേ മക്കള്? മാരുതി പോയിട്ടൊരു മാറാപ്പ് സഞ്ചി എങ്കിലും വാങ്ങി കൊടുക്കലുണ്ടോ? ഇത് പക്ഷാഭേദമല്ലേ? തറവാട്ടിലെ സംബന്ധക്കാരൊക്കെ നാവും പൂട്ടി അടിമകളെ പോലെ കഴിയണമെന്ന് വെച്ചാ ഇവിടെ നടക്കുന്ന ഏകാധിപത്യമല്ലേ? ശത്രുഘ്നപിള്ളേ, അവസരങ്ങൾ ഉണ്ടാക്കരുത്. നിർത്തണോ? മറുപടി പറയട്ടെ പറയട്ടെ. താനാണ് ഇവിടെ? ശത്രുഘ്നപിള്ള, മര്യാദയ്ക്ക് സംസാരിക്കണം. താനെന്നെ മര്യാദ പഠിപ്പിക്കാണോ? അച്ഛന്റെ പ്രായമുണ്ടല്ലോ മിസ്റ്റർ, പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ? വക്കാലത്ത് ഏറ്റുപിടിക്കാൻ നീ ആരാ റാസ്കൽ? മതയാനയാകാൻ ശ്രമിക്കരുത്. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്ത്, ഇതുപോലൊരെണ്ണം മതിയല്ലോ. വന്നട്ടെ. അളിയൻ എന്ത് തെമ്മാടിത്തരാ കാണിച്ചത്? ശങ്കുമാവൻ ഞങ്ങളെയൊക്കെ എടുത്തു വളർത്തിയ ആളാ. ആ മുഖത്തൊന്ന് തറപ്പിച്ച് നോക്കാൻ പോലും ഇവിടെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. മീനാക്ഷി ഓർത്തിട്ടാ, അല്ലെങ്കിലുണ്ടല്ലോ ആ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. അന്തസ്സായ അഭിപ്രായം. അപ്പൊ നമുക്ക് ഊണ് കഴിക്കാം അല്ലേ? മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. നൗ വി ക്യാൻ ഹാവ് ഫുഡ്. അവൻ അടിച്ചത് തന്നെയല്ല, എന്റെ ചെകിടത്താ. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരണത്. ആദ്യമായിട്ടല്ലല്ലോ നാരായണക്കുട്ടിയും നാണിക്കുട്ടിയും കല്യാണിക്കുട്ടിയും ഒക്കെ കുട്ടിക്കാലത്ത് ശുണ്ടി വരുമ്പോ തീർക്കണത് ഈ മേത്തായിരുന്നില്ലേ? എല്ലാവർക്കും ശങ്കുമാ ഒരു ചെണ്ടയാ. ഇന്നലെ വന്ന സംബന്ധക്കാര് വരുന്നു കുട്ടി, അയാളുടെ കയ്യെ വേദനിക്കൂ. ഇത് നല്ല തഴമ്പുള്ള ചെണ്ടപ്പുറ. ഒക്കെ അവിടത്തേക്ക് വേണ്ടിയാ. ഞാൻ കൊള്ളും, എന്തും സഹിക്കും. പക്ഷേ ഈ മനസ്സ് വേദനിക്കരുത്. അത് കാണാനുള്ള ശക്തി ശങ്കുരില്ല. ശങ്കു, ഈ കടം തീർത്താ തീരൂ. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. എനിക്ക് വയസ്സായി. ഇനിയുള്ള തലമുറയെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് ശങ്കുനുണ്ടാവും തോന്നുന്നില്ല. അത് തന്നെയാ ഞാനും ആലോചിക്കണത്. ക്ഷണിച്ചു വരുത്തിയത് ആ കുട്ടിയെ. കഷ്ടായി. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കാൻ തരപ്പെട്ടില്ല. ഇനി എവിടെയാ ഒന്ന് അന്വേഷിക്കാം. ഈ ഭൂമിയിൽ എവിടെ ആയാലും കൊണ്ടുവരാം. രാമനാഥന് എനിക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? രാമനാഥനെ എനിക്ക് ആവശ്യമുണ്ടെന്ന്. കാര്യസ്ഥനായിട്ട്, മകനായിട്ടല്ല. വിഷമിക്കണ്ട. നീ അദ്ദേഹത്തിന് മകനാണെന്ന് എല്ലാവരും അറിയണ ഒരു മുഹൂർത്തം ഉണ്ടാവും. അതുവരെ എല്ലാം ക്ഷമിക്കണം, സഹിക്കണം. ഇതുവരെയുള്ള നിന്റെ ചൂടുവെപ്പുകളെല്ലാം തന്നെ ബുദ്ധിപൂർവമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ വല്ലാതെ പതിഞ്ഞു കഴിഞ്ഞിരിക്കും. ഇനി പഴക്കരുത്. അമ്മാമേ, എന്ത് അഗ്നിപരീക്ഷണം നേരിടേണ്ടി വന്നാലും ആത്മസംയമനം ഉണ്ടാവണം. എന്റെ അനന്തരവനാണ് നീ എന്നുള്ള സത്യവും ആരും അറിയരുത്. മനസ്സിലായോ? ഞാൻ അണിയരുത് ഒരു മുഖം കൂടിയാ. ഇന്നുവരെ അറിഞ്ഞുകൊണ്ട് ആ തറവാട് ദ്രോഹം ചെയ്തിട്ടില്ല. അത്രയ്ക്കുണ്ടാ വലിയ മനുഷ്യനുള്ള കൂറ്. എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ഞാൻ ഈ ചെയ്യുന്ന തെറ്റ. എല്ലാം നിനക്ക് വേണ്ടി, എന്റെ പെങ്ങൾക്ക് വേണ്ടി. ഒക്കെ ഒരു നിയോഗമായിരിക്കും. എല്ലാം കലങ്ങി തെളിയട്ടെ. അതുവരെ ക്ഷമിക്കാം, കാത്തിരിക്കാം. എന്റെ അമ്മയ്ക്ക് വേണ്ടി, എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാം. അമ്മമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതെന്നും ഉണ്ടാവും. നിനക്ക് നല്ലതേ വരും. ആ പുണ്യാത്മാവിന്റെ സന്തതിയല്ലേ. തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റിവെക്കണം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നാലും അതിന് വകുത്തുണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക തന്നേക്കാം. ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്. എന്നും ഒരു അരയോടമ്പ് സാമ്പാറും 3 കൂട്ടം തൊലിഞ്ഞ് കറിയും. അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട.
കുട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്, കൂട്ടത്തിൽ മാഷ കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക. ടെക്നീഷ്യന്മാര് കോഴിക്കോട് എത്തും, ഏർപ്പാടാക്കിണ്ട്. പക്ഷേ കേടായതാണോ കേടാക്കിയതാണോ, എന്തായാലും അതിന്റെ പേരിലും കുറെ വെട്ടി വീഴുകാമല്ലോ. ഹലോ, ആ രജിസ്റ്റർ ഇങ്ങോട്ട് വെച്ചേട്ടെ. ഞാനും ഒന്ന് നോക്കട്ടെ, ഇവിടെ എത്ര പണം വരവുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട്, ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവരറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, 2 സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാർ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിലിരുന്നുകൊണ്ട് ചെവി അടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കൂല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്, ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ, പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും. പിന്നെ മോക്കോ അടച്ച തല്ല്. അല്ല, സാറിന് തല്ലുന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. അതൊരു ദുശീലായി പോയി. പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുവാ പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അന്ന് ശങ്കുമാമനെ തല്ലിയ വകയിൽ ഒരു കടം ബാക്കിയുണ്ട്, അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം.